अन्नात् भवन्ति भूतानि पार्जन्यादन्न संभव यज्ञात् भवन्ति पार्जन्यो यज्ञकर्म समुद्भव. കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. അതെ, നാം ഓരോരുത്തരുടെയും കർമ്മത്തിൽ നിന്ന്. ഭൂമിയുടെ ഉദ്ഭവകാലത്ത് അത് നന്നേ തണുത്ത ഗ്രഹമായിരുന്നു. നീരാവിയോ ജലമോ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ക്രമേണ ഭൂമിക്ക് മാറ്റം സംഭവിക്കുകയും ഉൾഭാഗത്ത് ചൂട് വർദ്ധിച്ചു വരികയും ചെയ്തു. തുടർന്നുണ്ടായ രാസവ്യവകലനം ഭൂമിയിൽ നിന്നും നീരാവി ഉണ്ടാക്കുന്നതിനിടയായി. അവ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ഘനീഭവിച്ച് മഴയായി പതിച്ചു. മഴ, അനേകായിരം വർഷം നീണ്ടുനിന്ന മഴ. ആ മഴ ഭൂമിയിൽ വൻ ജലശേഖരങ്ങൾ സൃഷ്ടിച്ചു. സഖ്യന്റെ മടിയിൽ തലവച്ച് വളരുന്ന സംസ്കൃതിയെ പരിപോഷിപ്പിച്ച് ജലശേഖരങ്ങൾ പേറി ജീവിക്കുന്ന വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ഒത്തുചേർന്ന ഭൂവിഭാഗമാണ് നമ്മുടെ കൊച്ചു കേരളം. പൈതൃകമായി കിട്ടിയതും ആർജിച്ചെടുത്തതുമായ ഈ ജലവിഭവങ്ങൾ അമ്പലക്കുളങ്ങളിൽ തുടങ്ങി അറബിക്കടലിൽ അവസാനിക്കുന്നു. വ്യക്തിയധിഷ്ഠിതമായ ജലസ്രോതസ്സുകളിൽ തുടങ്ങി സാമൂഹിക ജലസ്രോതസ്സുകളിൽ എത്തുമ്പോൾ കൂട്ടായ്മയുടെ വലിയ പാഠം മലയാളി താണ്ടിയിട്ടുണ്ടാവും. എന്നാൽ യാന്ത്രിക പുരോഗതിയുടെ ചൂളം വിളികൾ ഒരു ജനസമൂഹത്തിനും അധികനാൾ കേൾക്കാതിരിക്കാനാവില്ല. പൈതൃകമായി ലഭിച്ച ജലസമ്പത്തും പച്ചപ്പും മലയാളികൾ വീതിച്ചെടുത്തു. 4 കെട്ടുകളിൽ നിന്ന് 4 നിലകളിലേക്ക് താമസം മാറിയപ്പോൾ നമ്മുടെ ജലസമ്പത്തിന്റെ സംരക്ഷണം പലരും മറന്നു. അനിയന്ത്രിതവും ചൂഷക സ്വഭാവമുള്ളതുമായ മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ പച്ചപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആസൂത്രിതമല്ലാത്ത, സുസ്ഥിര സ്വഭാവമില്ലാത്ത വികസനങ്ങൾ ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് കൂടുതൽ സങ്കീർണമാക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഗാർഹിക നഗരമാലിന്യങ്ങളുടെ നിക്ഷേപ സ്ഥലമായി നദികളും കുളങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള മലീമസമായ ജലം വന്നു ചേരുന്നത് സമീപത്തുള്ള ജലസ്രോതസ്സുകളിലാണ്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ, പരിസ്ഥിതി സൗഹൃദമല്ലാത്ത വ്യവസായ നയങ്ങൾ ഇവയെല്ലാം ജലശേഖരങ്ങളെ വിഷമയമാക്കുന്നു. ഈ സഹസ്രാബ്ദത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വർദ്ധിച്ചുവരുന്ന ജലദൗർലഭ്യം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വരൾച്ചകളും അതിന്റെ ഫലമായുണ്ടാകുന്ന കുടിവെള്ളക്ഷാമവും ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ അശ്രദ്ധമായ രീതിയിലുള്ള ജലത്തിന്റെ ഉപഭോഗം മലയാളികളുടെ ജീവിതചര്യയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു. പുരാതന കാലം മുതൽ ജലത്തിന്റെ മിതമായ ഉപയോഗത്തിന് മലയാളികൾ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കിണ്ടി. എല്ലാ വീടിന്റെയും വരാന്തകളിൽ കിണ്ടി നിറസാന്നിധ്യമായിരുന്നു.
അത്തരം നിയന്ത്രിതമായ ജലവിനിയോഗത്തിന്റെ പാഠങ്ങൾ എന്നാണ് മലയാളി മറന്നത്? ഭാരതത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. പ്രതിവർഷം ശരാശരി 3000 മില്ലിമീറ്റർ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ആളോഹരി കുടിവെള്ള ലഭ്യത കുറവാണ്. വർഷം തോറും നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം യുക്തിസഹജമായും ശാസ്ത്രീയമായും ഉപയോഗിച്ചാൽ മാത്രമേ നാം അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. മഴവെള്ളം ഒരു കേരളത്തിൻ്റെ പ്രത്യേക പ്രകൃതി മൂലം ഏതാണ്ട് 99% പാഴായി പോവുകയാണ്. കേവലം ഏതാണ്ട് 1% മാത്രമേ ഭൂമിക്കടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നുള്ളൂ. വാർഷിക കണക്ക് ഏതാണ്ട് അവൈലബിളായുള്ള കണക്ക് ഏതാണ്ട് 120 BCM ബില്യൺ ക്യൂബിക് മീറ്റർ ജലമാണ് കേരളത്തിൽ ലഭിക്കുന്നത്. അതിലേതാ സംപോഷണം ചെയ്യപ്പെടുന്നത്, വാർഷിക സംപോഷണം ചെയ്യപ്പെടുന്നത് ഏതാണ്ട് 5%, 6 BCM-നോടടുപ്പിച്ച് മാത്രമാണ്. പകരമായിട്ട് നാം മലയാളികൾ മഴവെള്ളം കൂടുതലായിട്ട് ശേഖരിച്ച് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശാസ്ത്രീയമായ ഭൂജല പരിപോഷണം മേൽക്കൂരകളിൽ സ്ഥാപിച്ച പൈപ്പുകൾ ഉപയോഗിച്ചും കൃത്രിമമായ രീതിയിൽ ജലസംഭരണികൾ സൃഷ്ടിച്ചും ചെയ്യാവുന്നതാണ്. താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഗൃഹങ്ങളിൽ മേൽക്കൂര മഴവെള്ളം ശേഖരിക്കാവുന്നതാണ്. വീടിന് സമീപം നിർമ്മിക്കുന്ന ടാങ്കിൽ ശേഖരിക്കുന്ന ജലം അടുത്ത മഴക്കാലം വരെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കൃത്രിമമായ ജലശേഖരങ്ങൾ ധാരാളം അംഗങ്ങളുള്ള സ്ഥാപനങ്ങളിൽ അനുയോജ്യമാണ്. ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്ടുള്ള ശാന്തിഗിരി ആശ്രമത്തിലെ മഴവെള്ള സംഭരണി. ആദ്യ ഘട്ടമെന്ന് പറയുന്നത് ആശ്രമത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തിന് നമ്മളൊരു മഴവെള്ള കുഴി, ഒരു സ്റ്റോറേജ് എന്നുള്ള ഭാഗത്തല്ലാതെ മഴവെള്ള കുഴിക്ക് വേണ്ടി ചെറിയ കുഴികൾ ചെയ്ത് ആ വെള്ളത്തിനെ അവിടെ സ്റ്റോർ ചെയ്തു. ആശ്രമത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന ഈ ഒരു പാറമട, ആ പാറമടയുടെ ഒരു ഭാഗം തുറന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് കെട്ടിയടയ്ക്കാനായിട്ട് നമ്മളൊരു രീതിയെപ്പറ്റി ഗുരു നിർദ്ദേശം വന്നു. 9 മീറ്റർ ഹൈറ്റുള്ള ഒരു മിനി ഡാം ആ സൈഡിൽ ഡിസൈൻ ചെയ്യുകയും अन्नात् भवन्ति भूतानि पार्जन्यादन्न संभव यज्ञात् भवन्ति पार्जन्यो यज्ञकर्म समुद्भव. രണ്ടാമത് ഒരു സംഭരണം കൂടെ ഇന്ന് ആശ്രമത്തിൻ്റെ രീതിയിലുണ്ട്. അതിൻ്റെ ഒരു പ്രോജക്റ്റും കാര്യങ്ങളും ആശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആദ്യത്തെ പ്രോജക്റ്റ് നമ്മുടെ 50 ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ 1.5 കോടി ലിറ്ററിൽ മേൽ കപ്പാസിറ്റിയുള്ള രണ്ടാമത്തെ ഒരു പാറമട ആ ടാങ്ക് പ്രവർത്തനത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്ത് ഈ മഴവെള്ള ശേഖരം ദാഹജലമായി മാറുന്നു. കരിങ്കൽ കോറിയിലെ ഈ ജലശേഖരം ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയുടെ രൂപരേഖയിലാണ്. മഴവെള്ള സംഭരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കിൻഫ്ര വീഡിയോ പാർക്ക്. പ്രകൃതി സൗന്ദര്യത്തിന് കോട്ടം തട്ടാതെ വ്യവസായ വികസനവും മനോഹാരിതയും
ഇവിടെ കൈകോർത്തു പിടിച്ചിരിക്കുന്നു. പാർക്ക് വളപ്പിലൂടെ ഒഴുകുന്ന ഓരോ തുള്ളി മഴവെള്ളവും വന്നു ചേരുന്നത് ഈ ജലശേഖരത്തിൽ തന്നെയാണ്. നമ്മുടെ പാർക്ക് ഇപ്പോൾ ടോട്ടൽ 75 acres ഓഫ് ലാൻഡ് ഉണ്ട് ഇവിടെ. അപ്പം ഈ പാർക്കിനകത്തുള്ള ഓൺടർപ്രണേഴ്സ് പ്ലസ് നമ്മുടെ പാർക്ക് സെൻറ്ററിലേക്കുള്ള വെള്ളം നമ്മൾ എടുക്കുന്നത് ഈ വാട്ടർ ബോഡിയിൽ നിന്നാണ്. പിന്നെ ഇവിടെ ടോട്ടൽ റെയിൻ ഹാർവെസ്റ്റിംഗ് ആ രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ലൈക്ക് 6 കളക്ഷൻ പിറ്റ്സ് ഉണ്ട് നമുക്ക് പാർക്കിൽ പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രീതിയിൽ. അതിൽ നിന്ന് കളക്ട് ചെയ്ത് ദെൻ കളക്റ്റിംഗ് ഡ്രെയിനുകൾ വഴി ഇത് ഈ വാട്ടർ ബോഡിയിൽ തന്നെ എത്തും. പക്ഷേ വരുന്ന മഴവെള്ളമെല്ലാം ഒട്ടും വേസ്റ്റ് ആവാണ്ട് ഈ ഡ്രെയിൻ വഴി കളക്ഷൻ പിറ്റിൽ കൂടി കണക്ട് ചെയ്ത് വാട്ടർ ബോഡിയിൽ എത്തുകയാണ്. ശൃംഖലാരൂപത്തിലുള്ള മഴക്കുഴികളും ജലനിർഗമന പാതകളും ഒത്തുചേർന്ന് ഈ ജലശേഖരം മഴവെള്ള സംഭരണത്തിന്റെ ഉത്തമോദാഹരണമായി മാറുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ ജൈവസമ്പന്നമായ ഭൂതകാലം തിരികെ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ളതാണ് ഈ ജലസംഭരണികൾ. ഇപ്പോൾ ഡ്രോട്ട് സീസൺ വന്നിട്ടാണെങ്കിൽ ഇപ്പം വാട്ടർ ലെവൽ താഴ്ന്നുണ്ടെങ്കിലും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു രീതിയിലോട്ട് പോയിട്ടില്ല. കാരണം അതിൽ സ്റ്റോർഡ് ആയിരിക്കുന്ന വെള്ളം തന്നെ ഞങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പാർക്കിലെ ആക്ടിവിറ്റീസ് പിന്നെ ഓൺടർപ്രണേഴ്സിനാണെങ്കിലും അതുകൊണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ റിക്വയർമെൻ്റ് എല്ലാം. മഴവെള്ള സംഭരണം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ 1999 മഴവെള്ള സംരക്ഷണ നിയമം പാസാക്കിയത്. ഇതിൻ പ്രകാരം പുതുതായി നിർമ്മിക്കുന്ന വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ള ശേഖരണോപാധികൾ നിർമ്മിച്ചിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. 2004 ഭേദഗതികളോടെ നഗരസഭ അംഗീകരിച്ച നിയമങ്ങളും ചട്ടങ്ങളും നിലവിലുണ്ട്. എന്നാൽ ഗൃഹനിർമ്മാണ വേളകളിൽ പ്ലാനുകളിൽ മാത്രം ഒതുക്കി മലയാളികൾ സമർത്ഥമായി രക്ഷപ്പെടുന്നു. കേവലം നിയമനിർമ്മാണങ്ങളിലൂടെ നമുക്ക് പുതിയൊരു ജലസംസ്കാരം സൃഷ്ടിക്കാൻ കഴിയുമോ? 2004 റൂൾ അനുസരിച്ച് നമുക്ക് മറ്റ് വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് മറ്റ് എഞ്ചിനീയേഴ്സും മറ്റ് ആൾക്കാരൊന്നും ബന്ധപ്പെട്ട ആൾക്കാരൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ മഴവെള്ള സംഭരണി വച്ചിട്ടില്ല. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ കോർപ്പറേഷൻ വാട്ടർ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മഴവെള്ള സംഭരണി ആവശ്യമില്ല എന്ന് പറയുന്നത്. ഈ വീട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഴവെള്ള സംഭരണി വയ്ക്കുന്നതിനും അതിനുള്ള ഇൻഷുർ കോസ്റ്റിങ്ങും മെയിൻ്റനൻസ് ചെയ്യാനുള്ള പണവും കൂടുതലായതുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. മലയാളികളുടെ അനസ്യൂതമായ ജീവിത പ്രയാണങ്ങളിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് കുപ്പിവെള്ളം. ദീർഘദൂര ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അന്യസംസ്ഥാനക്കാർ വാട്ടർ കൂളറുകൾ തേടുന്ന നേരത്ത് മലയാളി മാത്രമെന്തേ കുപ്പിവെള്ളത്തിന് പിന്നാലെ പോകുന്നു? മിനറൽ വാട്ടറിന്റെ ശുദ്ധിയെയും സുരക്ഷയും സംബന്ധിക്കുന്ന പഠനങ്ങൾ നടക്കുമ്പോഴും നമുക്ക് സംശയം ഏതുമില്ല. കൃത്രിമമായ നിറങ്ങളുടെയും ചേരുവകളുടെയും മിശ്രിതമാണ് കുപ്പിവെള്ളങ്ങൾ. ഗ്രാമത്തിലെ മുറുക്കാൻ കടകൾ മുതൽ നഗര കേന്ദ്രീകൃതമായ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഇവ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഓർക്കുക, പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തടോ. ജലം മുഴുവൻ വാർന്നൊഴുകിപ്പോയ ശേഷം അണ കെട്ടിയതുകൊണ്ട് എന്താണ് കാര്യം? ഇനിയും വൈകിയിട്ടില്ല ഉർവരതാ നിർഭരമായ ഭാവിയിലേക്ക് യാത്ര തുടങ്ങാൻ.